ഇനി ഇന്നത്തെ അറിയിപ്പുകൾ. കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് ഓൺലൈൻ ഭക്ഷണ വിതരണ പ്ലാറ്റ്ഫോം വരുന്നു. ഇതിനായി കുടുംബശ്രീ പ്രത്യേക ഡെലിവറി ആപ്പിന് രൂപം നൽകും. നിലവിൽ പ്രവർത്തിക്കുന്ന പ്രീമിയം കഫേ, ജനകീയ ഹോട്ടൽ, കുടുംബശ്രീയുടെ ഹോട്ടലുകൾ, കാറ്ററിംഗ് യൂണിറ്റുകൾ എല്ലാം പുതിയ പദ്ധതിയുടെ ഭാഗമായി കൊണ്ടുവരും. ഇതോടൊപ്പം ക്ലൗഡ് കിച്ചൺ മാതൃകയിൽ പുതിയ സംരംഭങ്ങളും ആരംഭിക്കും. പോക്കറ്റ് മാർട്ട് എന്ന ഡിജിറ്റൽ മാർക്കറ്റിംഗ് പ്ലാറ്റ്ഫോം വഴിയാണ് ഉപഭോക്താക്കൾക്ക് ഭക്ഷണം ഓർഡർ ചെയ്യാനാവുന്നത്. ഭക്ഷണം പ്രത്യേക പാക്കിങ്ങിലായിരിക്കും എത്തിക്കുക, അതും കുടുംബശ്രീയുടെ ബ്രാൻഡിംഗിൽ. പദ്ധതിയുടെ ഭാഗമായി സ്വന്തമായ ഡെലിവറി ആപ്പ് കുടുംബശ്രീ വികസിപ്പിക്കും. ലൊക്കേഷൻ സർവീസ് വഴി കൃത്യമായി ഡെലിവറി സാധ്യമാകും. സംരംഭകർക്ക് പരിശീലനം, പാക്കിംഗ്, ഓൺലൈൻ ഓർഡർ കൈകാര്യം ചെയ്യൽ എന്നിവയിൽ വിദഗ്ധ പരിശീലനവും നൽകും. ഭക്ഷണം കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ സ്വിഗ്ഗി, സൊമാറ്റോ പോലുള്ള ആപ്പുകളിലൂടെയും വിതരണം സാധ്യമാകും. സംരംഭകർക്ക് ഇതിലൂടെ അധിക വരുമാനമുണ്ടാകും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. നാട്ടിൽ തിരിച്ചെത്തിയ പ്രവാസികൾക്കായി സംസ്ഥാന സർക്കാർ നോർക്ക റൂട്ട്സ് വഴി നടപ്പിലാക്കി വരുന്ന സാന്ത്വന ധനസഹായ പദ്ധതിയുടെ അദാലത്ത് ജൂലൈ 21 കോഴിക്കോട് കൊയിലാണ്ടിയിൽ നടക്കും. മുനിസിപ്പൽ ടൗൺ ഹാളിൽ രാവിലെ 10 മുതൽ വൈകിട്ട് 3 വരെ നടക്കുന്ന അദാലത്തിൽ മുൻകൂട്ടി അപേക്ഷിക്കുന്നവർക്ക് മാത്രമായിരിക്കും പ്രവേശനം. താൽപ്പര്യമുള്ളവർ വെബ്സൈറ്റ് സന്ദർശിച്ച് ജൂലൈ 19 മുൻപായി അപേക്ഷ നൽകേണ്ടതാണ്. പാലക്കാട് ജില്ലയിൽ രണ്ടാമതും നിപ രോഗം കണ്ടെത്തിയ സാഹചര്യത്തിൽ 6 ജില്ലകളിലെ ആശുപത്രികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയതായി ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് അറിയിച്ചു. പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, വയനാട്, തൃശൂർ ജില്ലകളിലെ ആശുപത്രികൾക്കാണ് പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം നൽകിയത്. നിപ ലക്ഷണങ്ങളോടുകൂടിയ പനി, മസ്തിഷ്ക ജ്വരം എന്നിവയുണ്ടെങ്കിൽ റിപ്പോർട്ട് ചെയ്യണമെന്നാണ് നിർദ്ദേശം. കാർബൺ ന്യൂട്രൽ സംസ്ഥാനമാക്കാനുള്ള ലക്ഷ്യത്തോടെ ട്രീ ബാങ്കിംഗ് പദ്ധതിയുമായി വനം വകുപ്പ്. പരമ്പരാഗത വനമേഖലയ്ക്ക് പുറമെ സ്വകാര്യ ഭൂമിയിൽ കൂടി വൃക്ഷാവരണം വർദ്ധിപ്പിക്കുകയാണ് ലക്ഷ്യം. മരം നടാൻ കർഷകർക്ക് സാമ്പത്തിക പ്രോത്സാഹനം നൽകിക്കൊണ്ടുള്ള പദ്ധതിയാണിത്. മരം വെച്ചുപിടിപ്പിക്കുന്ന കർഷകർക്ക് മരം വെട്ടുമ്പോൾ വായ്പ തിരിച്ചടച്ചാൽ മതിയെന്ന വ്യവസ്ഥയിൽ ആന്വിറ്റി വായ്പയായി സാമ്പത്തിക സഹായം നൽകുന്നതാണ് പദ്ധതി. സാമ്പത്തിക പ്രോത്സാഹനം കൂടാതെ വാർഷിക ധനസഹായം, കാർബൺ ക്രെഡിറ്റ് വരുമാനം തുടങ്ങിയ ആനുകൂല്യങ്ങളും കർഷകർക്ക് ഉറപ്പാക്കും. കാർബൺ ബഹിർഗമനം കുറയ്ക്കുക, പരിസ്ഥിതി സുസ്ഥിരത പ്രോത്സാഹിപ്പിക്കുക, പ്രാദേശിക വിപണിയിൽ തടിയുടെ വിതരണം വർദ്ധിപ്പിക്കുക എന്നിവയാണ് പ്രധാന ലക്ഷ്യങ്ങൾ. സ്വന്തമായി ഭൂമിയുള്ളവർക്കും കുറഞ്ഞത് 15 വർഷത്തെ ലീസിന് ഭൂമി കൈവശമുള്ളവർക്കും പദ്ധതിയിൽ അംഗങ്ങളാകാം. തൈകൾ നട്ടുവളർത്താനുള്ള പ്രോത്സാഹന ധനസഹായം 3-ാം വർഷം മുതലാണ് നൽകുക. സർക്കാർ നിശ്ചയിച്ച വൃക്ഷത്തൈകൾ നട്ടുവളർത്തി പരിപാലിക്കുന്നവർക്ക് 15 വർഷത്തിനു ശേഷം സാമൂഹ്യ വനവൽക്കരണ വകുപ്പിന്റെ അനുമതിയോടെ മരങ്ങൾ സ്വന്തം ആവശ്യത്തിന് മുറിച്ച് ഉപയോഗിക്കുകയോ വിൽപ്പന നടത്തുകയോ ചെയ്യാം. വനംവകുപ്പിന്റെ സോഷ്യൽ ഫോറസ്ട്രി വിഭാഗം മുഖേന നടപ്പിലാക്കുന്ന പദ്ധതിക്കായി വിവിധതരം തദ്ദേശീയ വൃക്ഷ ഇനങ്ങൾ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് കർഷകർക്ക് അധിക വരുമാനം നേടാനുള്ള അവസരം നൽകുന്നതിനൊപ്പം സംസ്ഥാനത്തിന്റെ പരിസ്ഥിതി സൗന്ദര്യവും കാർബൺ ആഗിരണശേഷിയും വർദ്ധിപ്പിക്കുമെന്നാണ് വിലയിരുത്തൽ. മൈഫിൻ TV, തിരുവനന്തപുരം.